അപ്പോൾ ഇന്ന് നമുക്കൊരു ജേണൽ എന്ത് കണ്ടാലും ഇന്നലെ ഒരു ജേണൽ വീഡിയോ ഇട്ടിരിക്കുന്നത് ഇന്നലെയല്ല ഇന്ന് വളരെ കൺഫ്യൂഷനായി. അതിൻ്റെ ഒരു കിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇനി ഒരു കിറ്റ് വെച്ചിട്ടാണ് അവിടെ ജേണൽ രണ്ട് പേജൊക്കെ തന്നെ ജേണൽ ചെയ്തിട്ടുള്ളൂ. യൂട്യൂബ് വീഡിയോയിലൊന്ന് കാണിച്ചിട്ടുണ്ടെന്നുണ്ട് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിത് നോട്ട്ബുക്ക് എടുത്തു, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാം. ഇതൊക്കെ ഓപ്പണാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. ടു മീൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തിട്ടാണ് ഒരു സാധനം ഫ്രീ ആണ്ട് കുറച്ചുകൂടി ഇത് നൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പേര് കുറച്ചുകൂടി ചെയ്യാനുള്ളതാണ് കേട്ടോ. ഞാൻ അതിലാകെ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ 3 പേജ് പറഞ്ഞത് 1, 2 അങ്ങനെയാണ്. അതുപോലെ ഈ റെസിസ്റ്റൻ്റൊക്കെ ആയിട്ടുള്ള ബുക്കാണ്. അതിലൂടെ കിട്ടിയ കുറേ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യാൻ പോകാം. അപ്പോൾ ഈ പേജ് ഇങ്ങനെ മറന്നു പോകുന്നുണ്ട്. അതിൻ്റെ ബാക്ക് കവറൊക്കെ ഉണ്ട്. ചെയ്യാം. പപ്പിനെ കണ്ടിട്ടുണ്ട് ഇഷ്ടം. നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്യാം. ഇത് ആ ബുക്കിലേക്ക് ഒരു സൈഡിൽ ഫോൺ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യാം. ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു പപ്പി പോലത്തെ സാധനം. അപ്പോൾ ഈ പപ്പി പോലെ തന്നെ നമുക്ക് തല തിരിഞ്ഞു ഇവിടെയാണ്. അപ്പോൾ ഞാനിതിനെ ഒട്ടിക്കുന്നത്. ഞാൻ ഒന്ന് ഒട്ടിച്ചത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ പപ്പീനെ കണ്ടപ്പോൾ അത് മാത്രം ഒട്ടിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അതിലിപ്പോൾ ഒരു ചെറിയ കോട്ടുണ്ടായിരുന്നു. ഹാവ് എ നൈസ് ഡേ പറഞ്ഞിട്ട്. അപ്പോൾ ഹാവ് എനെ എവിടെയും നൈസ് ഡേനെ എവിടെയും വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെക്ക് ലിസ്റ്റ് എന്നുള്ളതിനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് എന്നുള്ളതനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇപ്പോൾ ഇനി ഇവിടെയായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് അടിപൊളി കിട്ടും. നമുക്ക് അടുത്ത ഞാൻ ഇതൊരു 1 പേജ് ആയിട്ടാണ് ചെയ്യാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇവിടെ സ്ഥലം വിട്ടത് ഇവിടെ ഒരാൾ വരാറുണ്ട്. ആ ആളാണ് ചെയ്യുന്നത്. എൻ്റെ അനിയൻ്റെ കളർ ഒട്ടിക്കുന്ന ബോക്സിൽ പോകുന്നുണ്ട്. ഞാൻ പതുക്കെ മോഷ്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അയ്യോ, ഇത് തുറന്നില്ലേ? തുറക്കാൻ ഇച്ചിരി പണിയുണ്ട്. സോറി, വീഡിയോ ഒന്ന് ബ്ലാക്ക് ഔട്ടായി. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാത്ത ടാപ്പിൻ്റെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചതെന്ന് ഞാനിവിടെ കുറച്ച് കാരണം ഇങ്ങനെയാണ് ഗൈസ്. ഇത് വലിച്ചൂരിയെടുക്കണം. ഇതെന്തിനാണോ ഇതൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ജേണൽ ചെയ്യാൻ ഇട്ട് കളർ പേപ്പർ മുറിച്ച് വെച്ചിട്ടുണ്ട്. മുറിക്കൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ജേണൽ ബുക്കിൻ്റെ ഹൈലൈറ്റ്. നമുക്ക് ഇതിനൊക്കെ എടുത്തിട്ട് പരിപാടി നോക്കാം. വയലറ്റ് കളറിന് ഞാൻ ഇവിടെയാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഞാൻ അത് ഒട്ടിക്കാൻ വേണ്ടി ഗ്ലൂ സ്റ്റിക്ക് എടുക്കാൻ പോയപ്പോൾ തന്നെ ആ പേപ്പർ കാണാനില്ല. ഞാൻ ഈ ഒരു ബ്ലൂ കളർ പേപ്പർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഒട്ടിക്കാം കേട്ടോ. പിന്നെ അതുവരെ ബ്ലൂ കളറിന് ഒട്ടിച്ച് അടിപൊളിയായി. പിന്നെ എൻ്റെ ഇതിൽ കുറേ വാഷി ടാപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. പക്ഷെ ഇങ്ങനെയായി. പിന്നെ അങ്ങനെ ഫ്രെയിം പോലെ ഒട്ടിക്കാൻ ഇതും ഒരു യെല്ലോയും ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എവിടെയും ഒട്ടിച്ചിട്ടുണ്ട്. അത് പോരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഇത് അവിടെ കൂടെ കിട്ടുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് വാങ്ങാനുണ്ട്. പിന്നെ നമുക്ക് യെല്ലോയും ഒട്ടിക്കാം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് യെല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്നാൽ ഞാൻ അന്ന് ആലോചിക്കട്ടെ. ഞാൻ പിന്നെ ഒരു ചെക്ക് ലിസ്റ്റ് അല്ല ഇത് വായിക്കുക. വണ്ടർഫുൾ ഡേ എന്ന് പറഞ്ഞൊരു
ഒരു ലിസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഫുള്ളായിട്ട് ഒട്ടിക്കാൻ കട്ട് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ കട്ട് ചെയ്ത പീസിനൊക്കെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചാനലിൽ എനിക്ക് വലിയ പ്ലാനിങ് ഒന്നുമില്ല, അത് വേഗം ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റേതായ രസമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ മാറിപ്പോയി. അതുപോലത്തെ പീസ് എടുത്തിട്ട് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഞാനൊരു ബുള്ളറ്റ് സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു പീസ് വേറൊരു പർപ്പിൾ ഷെയ്ഡിന് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുള്ളത് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കത്തപ്പൂക്കൾ ഇട്ട പോലെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചാനലൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഇത് തിരിയില്ല ഗൈസ്. ഇനി എന്തോ കുറവ്. പിന്നെ ഒരു വാഷി ടാപ്പ് ഒട്ടിച്ചു. എന്നാലും എവിടെയൊക്കെ ഒരു കുറവുള്ളൂ. ആ പെണ്ണൊന്നും എടുത്തിട്ട് കുറച്ച് എഴുതുന്നുണ്ട് കേട്ടോ. ഞാൻ പെണ്ണെടുക്കുമ്പോഴൊക്കെ വിചാരിക്കും അധികമൊന്നും എഴുതാണ്ടാവില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ എഴുതി കഴിഞ്ഞാലല്ലേ ഇങ്ങനെ എഴുതി പോകും. ജസ്റ്റ് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടതാണ് ഗൈസ്. ഞാൻ കുറച്ച് സ്റ്റിക്കർ കൂടി ആയാലോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള എൻ്റെ ഒരു ജേണൽ ഇഷ്ടപ്പെട്ടാൽ പറയണം. പിന്നെ ഡിസൈൻ ഒന്നും ഇല്ലായിട്ടാണ് ഇങ്ങനെ. പിന്നെ ഞാൻ എൻ്റെ ഈ ജേണൽ ബുക്ക് മെയിൻ നോട്ട് ബുക്ക് എന്നാണ് വരുന്നത്. ഇതിൽ ഞാൻ ഇപ്പോൾ 3 ജേണലാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രീൻ ലൈറ്റ് വേണ്ട ഒരു ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് പോലത്തെ ഒരു ജേണലും ഇങ്ങനത്തെ ഒരു ജേണൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജേണലായിരുന്നു ഇത്. സിമ്പിളായിട്ട് കേട്ടോ. പിന്നെ ആൻഡ് ദിസ് വൺ. അപ്പോൾ എല്ലാവർക്കും ബൈ.